എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂന്തൽ കൊണ്ടുള്ള ബിരിയാണിയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് കൂന്തൽ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലഭാഗം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമസാലകൾ ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി എല്ലാം കൂടി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിമസാലപ്പൊടി, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴാണ് ഇതിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി പച്ചമസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എല്ലാം നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നല്ലപോലെ വാടി വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മല്ലിച്ചീരയും പുതിനയും പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ കൂന്തൽ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ചോറ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കറിമസാലകൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മളുടെ ചോറ് റെഡിയാവും. ഒരു വിസിൽ വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വിസിലൊന്ന് പൊക്കി കൊടുക്കണം, ഈ ആവിയൊക്കെ കളയാനായിട്ട്. അപ്പോൾ നമ്മളുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂന്തലും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് അടുപ്പത്ത് ഉരുളി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തലിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പകുതി ചോറ് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചീര ഇട്ട് കൊടുക്കാം. പിന്നെ കശുവണ്ടി കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 kg ആണ് ഇട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി ചോറും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മൊരിച്ചെടുത്തിട്ടുള്ള കശുവണ്ടി കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ തന്നെയാണ് ഇത് മൊരിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 6 kg നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിച്ചീരയും കൂടി മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ചെറു തീയിലിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പൊക്കെ ഈ ചോറിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മളുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കൂന്തലാണെന്ന് വിചാരിച്ചിട്ട് ബിരിയാണിക്ക് ടേസ്റ്റ് കുറവൊന്നും പറയുന്നില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം കൂട്ട്.